ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കുട്ടീസിൻ്റെ ഒരു ഫൺ വ്ളോഗാണ്. നമ്മൾ സിറ്റിയിലുള്ള കിഡ്സ് കാസിലിൽ പോയതിൻ്റെ വ്ളോഗാണിത്. കിഡ്സ് കാസിൽ എന്ന് പറയുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒത്തിരി ഇൻഡോർ ഗെയിംസും ഫൺ റൈഡ്സും ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ്. ആദ്യമേ തന്നെ നമ്മൾ എൻട്രി ഫീ പേ ചെയ്യണം. അതിനുശേഷം നമുക്ക് അവർ കുറച്ച് കോയിൻസ് തരും. അപ്പോൾ ഈ കോയിൻസ് യൂസ് ചെയ്താണ് നമ്മൾ ഇവിടുത്തെ ഓരോ ഗെയിംസും കളിക്കുന്നത്. ഹെയ്ഡൻ നല്ല തകർത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചില ഗെയിംസൊക്കെ 2 പ്ലെയറിൻ്റെയും ചിലതൊക്കെ 3 പ്ലെയറിൻ്റെയും ആണ്. ടു പ്ലേയേഴ്സ് ഓപ്ഷൻ ഇതിന് അവൈലബിൾ ആയതുകൊണ്ട് ഹെവിനും കുറച്ച് കോയിനിട്ട് ട്രൈ ചെയ്തു. പതുക്കെ ഹെവിന് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ ഗെയിമല്ലെന്ന്. അതുകൊണ്ട് ഹെവിൻ അവിടെ നിന്ന് പോന്നു. ഹെവിനും ഹെലനും പ്ലഷ് ടോയ്സ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ പോയത് പ്ലഷ് ടോയ്സ് പിക്ക് ചെയ്യുന്ന ഒരു ഗെയിം കളിക്കാനാണ്. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ 3 കോയിൻസാണ് ആവശ്യം. ഒരു ഗ്ലാസ് കൂടിനുള്ളിലായിട്ട് ഒത്തിരി അധികം പ്ലഷ് ടോയ്സ് ഉണ്ട്. അപ്പോൾ ഈ ടോയ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ടൊരു ക്രെയിൻ ഉണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഹാൻഡിൽ യൂസ് ചെയ്തിട്ടാണ്. 1 ടൈം മാത്രമേ നമുക്ക് ഈ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടോയുടെ മുകളിൽ കൊണ്ടുവന്നത് നിർത്തിയിട്ട് പിന്നെ അത് മുകളിലേക്ക് മൂവ് ചെയ്യിക്കുക. നമ്മൾ ആദ്യം ട്രൈ ചെയ്തു, കിട്ടിയില്ല. കിട്ടാതാവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വാശി വരുമല്ലോ. പിന്നെയും ട്രൈ ചെയ്തു 3 കോയിൻസ് കൂടി ഇട്ടിട്ട്. ഹെവിനാണെന്നുണ്ടെങ്കിൽ കിട്ടാതാവുമ്പോൾ വീണ്ടും വീണ്ടും വാശി കൂടിയിട്ട് ഹെവിൻ ഏകദേശം ഒരു 3-4 തവണ ട്രൈ ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് നോ ലക്ക്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ അതേപോലെ ടോയ്സ് പിക്ക് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്രെയിനിന് പകരമായിട്ടൊരു പോയിൻ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ വെച്ചിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് ആ പോയിൻ്റർ കറക്റ്റ് ഏത് ടോയുടെ മുന്നിലാണോ വന്ന് നിൽക്കുന്നത് അത് നമുക്ക് കിട്ടും. അങ്ങനെ ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഹെലന് കിട്ടി. അത് കണ്ടപ്പോൾ ഹെവിന് കൂടെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെവിനും 2-3 വട്ടം ട്രൈ ചെയ്തു. ഓരോ തവണയും കോയിൻ പോകുന്നത് മാത്രമേ മെച്ചമുണ്ടായിരുന്നുള്ളൂ. ഹെവിന് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് ടോം ട്രൈ ചെയ്തു. ടോമിനും വലിയ ലക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് ട്രൈയിൽ തന്നെ എനിക്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ ഹെയ്ഡനും ഓടി വന്നു. ഹെയ്ഡനും ട്രൈ ചെയ്തു, കിട്ടിയൊന്നുമില്ല. ഈ ഒരു തവണ ട്രൈ ചെയ്യണതിന് തന്നെ 3 കോയിൻ പോകുന്നുണ്ട്. ഹെയ്ഡൻ എന്തായാലും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോയി. പിള്ളേർ കളിക്കുന്നുണ്ടപ്പോൾ എനിക്കും ഒരു കൊതി. അങ്ങനെ ഞാനും ഏതൊരു ഷൂട്ടിംഗ് ഗെയിം ചെയ്തു. തലങ്ങും വിലങ്ങും ആ ബസർ അടിച്ചടിച്ചടിച്ച് ഞങ്ങൾക്കും കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ ഇതിൽ പോയിന്റ്സ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം വിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ടോക്കൺ വരുന്ന ഒരു സെക്ഷനുണ്ട്. അതിലൂടെ നമ്മുടെ പോയിന്റ്സ് നമുക്ക് കളക്ട് ചെയ്യാം. അതാണ് ഹെയ്ഡൻ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഗെയിംസ് എല്ലാം തന്നെ ഒത്തിരിയധികം എൻജോയ് ചെയ്തതും അതേപോലെ തന്നെ വിൻ ചെയ്തതും ഹെയ്ഡൻ ആയിരുന്നു. എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉള്ള ഗെയിംസ് അവിടെ ഉണ്ടായിരുന്നു. ഫിഷിംഗ് ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്രൂട്ട് നിഞ്ച ഗെയിം ആയിരുന്നു കേട്ടോ. അതിലൊരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസിൻ്റെ മുകളിലാണ് നമ്മൾ ഹാമർ വെച്ച് ബീറ്റ് ചെയ്യുന്നത്. ഹെയ്ഡൻ്റെ അടി കണ്ടപ്പോൾ ഞാൻ ഓർത്തു അത് ചില്ലെല്ലാം തകർന്ന് പോവുമായിരിക്കും എന്ന്. ഹെയ്ഡൻ അടിയിടി പോലത്തുള്ള ഗെയിംസാണ് സെലക്ട് ചെയ്തെങ്കിൽ ഹെവിൻ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള റൈഡ്സ് ആണ് ചൂസ് ചെയ്തത്. ഹെവിൻ എന്തായാലും ഹെവിൻ്റെ എയ്റോപ്ലെയിൻ റൈഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്ക്രീനിൽ ഒരു കാർട്ടൂണും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചധികം നേരം തന്നെ ഹെവിൻ ആ റൈഡിൽ ഇരുന്നു. ഒരു ബാസ്ക്കറ്റ് ബോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഹെലന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഈ ബാസ്ക്കറ്റ് ബോൾ ഗെയിം ആയിരുന്നു. 2 ഗെയിം മെഷീൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിലൊന്ന് മാത്രമേ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പാവം ഹെയ്ഡൻ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ കൊണ്ടുപോയി കോയിൻ ഇട്ടു. ആ കോയിനെല്ലാം ഹെയ്ഡന് പോയി. അങ്ങനെ ഹെലൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗെയിം കളിച്ചു കേട്ടോ. ഒന്നും അറിയാതെ കളിച്ച ഗെയിം ഇതായിരുന്നു കേട്ടോ. എന്തായാലും
ഏറ്റവും അവസാനം ഒത്തിരിയധികം ടോക്കൺ കിട്ടിയതും ഈ ഗെയിമിൽ നിന്ന് തന്നെയായിരുന്നു. കോയിൻ തീരുന്നത് വരെ ഞങ്ങൾ എല്ലാവരും തന്നെ ഗെയിമൊക്കെ കളിച്ചു എന്ന് പറയാം. ചില ഗെയിമൊക്കെ പറ്റിക്കലായിട്ടാട്ടോ തോന്നിയത്. കാരണം കോയിൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടിയും അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കോയിൻ ലോസ്റ്റായി. ഒരു ഗ്ലാസ് ഫ്ലോറിൽ ഫ്രൂട്ട്സിൻ്റെ എല്ലാം പടം തെളിഞ്ഞിട്ട് അതിനെ നമ്മൾ ഹിറ്റ് ചെയ്യുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അത് കളിക്കാൻ ആദ്യം ഹെലൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പതുക്കെ ഹെവിൻ അതിനകത്തേക്ക് ആഡായി. അവസാനം ഹെയ്ഡനും കൂടെ വന്നു കഴിഞ്ഞ് ചവിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഓർത്തു ആ ഫ്ലോറൊക്കെ പൊളിഞ്ഞു പോകുമെന്ന്. നമ്മുടെ പ്രൊവിൻസിൽ ഏകദേശം ഒരു 5-6 മാസത്തോളം വിൻ്റർ ആയിരിക്കും. അതുകൊണ്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോർ ഗെയിംസിനും ആക്ടിവിറ്റീസിനുമുള്ള ഓപ്ഷൻസ് വളരെയധികം അവൈലബിൾ ആണ് ഇവിടെ. അതിനാൽ ഇടയ്ക്കൊക്കെ നമ്മളിവിടെ വരാറുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ വരുന്നത് തന്നെ. കാരണം ഈ ഗെയിംസ് മാത്രമല്ല, ഒത്തിരി വിശാലമായൊരു പ്ലേ ഏരിയയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഒത്തിരിയധികം സേഫ്റ്റി മെഷേഴ്സോടു കൂടിയാണ് അവരിത് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാൽ കൂടിയും ഫർദർ ഹാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസാണ് അവർ ഫ്ലോറിൽ ഇട്ടിരിക്കുന്നത്. ഈ പ്ലേ ഏരിയയ്ക്ക് ചുറ്റും നെറ്റിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പുറമേ നിന്നും കുട്ടികളെ വാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികളെ വാച്ച് ചെയ്യുന്നതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സും അവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് യാതൊരു തരത്തിലും മടുക്കാത്ത വിധത്തിൽ പലതരത്തിലുള്ള ഫൺ ഏരിയാസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ആക്ടിവിറ്റീസൊക്കെ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് നമുക്കെല്ലാം തന്നെ സീറ്റിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് ടിക്കറ്റ് ഈറ്റർ. അതായത് നമുക്ക് ഗെയിംസ് കളിച്ച് കിട്ടിയ ഓരോ ടിക്കറ്റ്സും നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ പോയിൻറ്റ്സ് നമുക്കൊരു റെസിപ്റ്റായിട്ട് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ഫൈനൽ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അത് ടോയ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടലി കിട്ടിയത് ഏകദേശം 92 പോയിൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ 92 പോയിൻറ്റ്സിന് ഞങ്ങളൊരു ടോയ് ആയിട്ടത് എക്സ്ചേഞ്ച് ചെയ്തു. ഗെയിംസും പ്ലേ ഏരിയയും മാത്രമല്ല, ഇവിടെ 3 ഡിഫറെൻറ്റ് തീംസിലുള്ള ബർത്ത്ഡേ റൂംസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തീം സെലക്ട് ചെയ്തിട്ട് ആ റൂം നമുക്ക് ബുക്ക് ചെയ്യാം. ഇവിടുത്തെ ബർത്ത്ഡേ റൂംസ് എല്ലാം തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതിനനുസരിച്ചാണ് അവരത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. തീം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മെനുവും സെലക്ട് ചെയ്യാം. അപ്പോൾ
ബർത്ത്ഡേ പാർട്ടി എങ്ങാനും ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട മെനു അനുസരിച്ചുള്ള മീൽസും ഇവർ അവൈലബിൾ ആക്കും. വീട്ടിലൊക്കെ വെച്ച് ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഫണ്ണും ആകും. അതേപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ബർത്ത്ഡേ തീമിൽ അവർക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും പറ്റും. എല്ലാം കളിച്ച് തീർന്നപ്പോൾ അവസാനം അവർ വന്നത് ഈ ബിൽഡിംഗ് ഏരിയയിലായിരുന്നു. അവിടെ ഓൾറെഡി ഏതൊക്കെയോ കുട്ടികൾ ഉണ്ടാക്കി വെച്ച കാസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെലനും ഹെയ്ഡനും ഹെവിനും കൂടെ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി അവരുടേതായ സ്റ്റൈലിൽ എന്തൊക്കെയോ ബിൽഡ് ചെയ്യാൻ നോക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാനും കുറച്ച് നേരം പണിതായിരുന്നു. പക്ഷേ എൻ്റെ വീട് പണിതീരാത്ത വീടായിട്ട് അവിടെ അവശേഷിച്ചു. എത്ര ചെയ്തിട്ടും എനിക്കതിൻ്റെ ടോപ്പ് അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഈ സമയം കൊണ്ട് ഹെലനും ഹെയ്ഡനും ഹെവിനും കൂടെ ഒരു കാസിലൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ കാസിൽ. അത്യാവശ്യം കാണാനും കൊള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഏകദേശം 3 മണിക്കൂറിലധികം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് കിട്ടിയ ടിക്കറ്റ്സ് അവിടെ എക്സ്ചേഞ്ച് ചെയ്ത് ടോയ്സും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബൈ.